ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഓരോ ജില്ലാ സെക്രട്ടേറിയറ്റ് കാൻഡിഡേറ്റ് ലിസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി വരികയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുമ്പോൾ ജയരാജന്റെ പേര് കാണുന്നില്ല. പലരുടെയും പേരുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും ശരിയായിരിക്കില്ല. ഞങ്ങളുടെ പാർട്ടി ഈ സംബന്ധിച്ച് ആലോചന നടത്തി കഴിഞ്ഞിട്ടില്ല. നാളെ ഇതിൻ്റെ പ്രാഥമികമായ ആലോചന നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആരല്ലോ എന്തെല്ലോ പറഞ്ഞു തരുന്നത്, നിങ്ങൾ എന്തെല്ലോ കേട്ട് എന്തെല്ലോ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതൊരു പ്രസക്തമായ ചോദ്യമേ അല്ല ഞങ്ങളുടെ പാർട്ടിയിൽ. അത് ചില സീനിയറെല്ലാം മരിച്ചുപോയില്ലേ, അവർ പിടിച്ചോണ്ടിരാൻ പറ്റുമോ? അങ്ങനെ അത് ശരി. കഴിഞ്ഞ തവണ ഒഴിഞ്ഞു മാറിയ ആൾക്കാർക്ക് മുതിർന്ന നേതാക്കൾ ചില ഇളവുകളൊക്കെ ജയരാജന് ഇളവുണ്ടാവും. ഇത് സംബന്ധിച്ച് പാർട്ടി സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ഒരു കാര്യവും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നാളെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അവിടെ ഈ ചിലപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് നോക്കിയാൽ അജണ്ട വന്നേക്കാം. ഈ കണ്ണൂരിൽ നിന്നും കെ ശൈലജയുടെ ഒന്നും പേരില്ല ജില്ലയിൽ. നിങ്ങൾക്ക് ഞാനതാ പറയുന്നത്, ഇത് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ അത് നിങ്ങളോട് പറയൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാർത്ത കൊടുക്കുന്നു, നിങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നു. അതിലൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല. അല്ല, അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ യോഗം ചേർന്നാലല്ലേ പറയാൻ പറ്റൂ. നാളെയാണ് ഞങ്ങളുടെ ഇത് സംബന്ധിച്ചുള്ള ആലോചന യോഗം. പോരെ, മത്സരിക്കാൻ പാർട്ടി പറഞ്ഞ ജയരാജൻ മത്സരിക്കും. ആ ചോദ്യത്തിന് ഇപ്പം പ്രസക്തിയില്ല. നിങ്ങൾക്ക് അത് വെച്ചിട്ട് കൂടെ ഒരു വാർത്ത കൊടുക്കുക. നിങ്ങൾ വക്രബുദ്ധിയുള്ള പത്രപ്രവർത്തകരല്ലേ, വളഞ്ഞ് തിരിഞ്ഞ് പിടിക്കാൻ നോക്കും. കണ്ടിട്ട് കുറേയായി. നിങ്ങൾ എന്നെയും കാണാറില്ല, ഞാൻ നിങ്ങളെയും കാണാറില്ല. അതിനൊരാവശ്യം വരാറില്ല. ശരി, നമുക്ക് കാണാം.